പരിശുദ്ധമായ കഅബാലയത്തിലും മറ്റുമുണ്ടായിരുന്ന ഒരുപാട് രത്നങ്ങളും മറ്റും കട്ടത് മുതൽ ഒരുപാട് കളവുകളും തിരുമറികളും ഖുർആൻ ദുർവ്യാഖ്യാനങ്ങളും ഹദീസ് ദുർവ്യാഖ്യാനങ്ങളും മാത്രം പരിചയമുള്ള സലഫികൾ, ഇതാ ആ സലഫി കണ്ണിയിലെ റഫീഖ് സലഫി, എപ്പോഴും ദുർവ്യാഖ്യാനങ്ങൾ മാത്രം പറയുന്ന, എപ്പോഴും പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കൽ മാത്രം അറിയാവുന്ന റഫീഖ് സലഫി ഇതാ വീണ്ടും ഒരു തള്ളലുമായി വന്നിരിക്കുകയാണ്. ദുർവ്യാഖ്യാനം പറയുന്നത് കേട്ടാൽ നമ്മൾ വിചാരിക്കും എന്തോ വലിയ കാര്യം ജനങ്ങളെ അറിയിക്കുകയാണെന്ന്. എന്നാൽ ഇതിൽ വളരെയധികം ദുഷ്ടലാക്കോടുകൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാഴ്ച. നമ്മുടെ സിംസാറുൽ ഹക്ക് ഹുദവി അവരുടെ ഒരു ഹദീസ് വ്യാഖ്യാനത്തെ അദ്ദേഹം വ്യാഖ്യാനിച്ചത് വളരെ മോശമായി, ആ രീതിയിലല്ല, ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം വളരെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഒരു ദുരവസ്ഥ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിത് ചെയ്തില്ലല്ലോ, സ്വഹാബത്ത് ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കേണ്ട ഒരു സൽക്കർമ്മമല്ല ഇത്. എന്തുകൊണ്ട്? മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസനതൻ ഫലഹു അജ്റുഹാ വ അജ്റു മൻ അമില ബിഹാ. ഇസ്ലാമിലൊരു നല്ല ആചാരം നിങ്ങൾ കൊണ്ടുവന്നാൽ അത് കൊണ്ടുവന്നവർക്കും അത് പിൻപറ്റുന്നവർക്കും അതിന്റെ പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞത് ആരാ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിനാണ് ഉസ്താദെ നിങ്ങളൊക്കെ എങ്ങനെ ഹദീസിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത്? വളരെ കഷ്ടമായി പോയി. നിങ്ങൾ ഈ പറഞ്ഞതുപോലെയാണെങ്കിൽ ഇസ്ലാമിലേക്ക് ആർക്കു വേണമെങ്കിലും എന്ത് കർമ്മങ്ങളും കടത്തിക്കൂട്ടാമല്ലോ. അങ്ങനെയാകുമ്പോൾ ഇസ്ലാം ദീനിൻ്റെ അവസ്ഥ എന്താകും? നിങ്ങൾ ഈ പറഞ്ഞതാണോ ഉസ്താദെ ആ ഹദീസിൻ്റെ ആശയം? ഇസ്ലാമിലുള്ള ഒരു കർമ്മം അത് അവഗണിക്കപ്പെടുമ്പോൾ അതിനെ ഹയാത്താക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യമല്ലേ? ആ ഹദീസിൻ്റെ സാഹചര്യം പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകുന്ന കാര്യമല്ലേ? മഹാന്മാരായ പണ്ഡിതന്മാർ, ഇമാമിയങ്ങൾ അതിന് ശറഹും നൽകിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് ഇബ്നു മാജയുടെ ഷറഹാൻ, അല്ലാമ അബുൽ ഹസൻ അസ്സിന്ദി റഹിമഹുല്ലാഹ് എഴുതിയ ഷറഹാണ് നിങ്ങൾ ഈ കാണുന്നത്. അതിൽ ഇപ്പോൾ സിംസാറുൽ ഹക്ക് ഹുദവി പറഞ്ഞ ഈ ഹദീസിൻ്റെ ഷറഹ് വിശദീകരണം അദ്ദേഹം നൽകുന്നുണ്ട്. അത് നമുക്കൊന്ന് വായിക്കാം. എന്താണ് ഖൗലുഹു സുന്നത്തൻ ഹസനത്തൻ? എന്താണ് ഈ സുന്നത്തൻ ഹസനത്തൻ? നല്ലൊരു സുന്നത്ത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഐ ത്വരീഖത്തൻ മർളിയത്തൻ യുക്തദാ ഫീഹാ, മാതൃകയാക്കാൻ പറ്റുന്ന തൃപ്തികരമായ ഒരു കർമ്മം, നല്ലൊരു കർമ്മമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെങ്ങനെയാണ് നല്ലതും ചീത്തയാവുന്നത്? വത്തമീസു ബൈനൽ ഹസനത്തി വസ്സയ്യിഅത്തി ബിമുവാഫഖത്തി ഉസൂലി ശർഇ വഅദമിഹാ. അതായത് നല്ലതിനെയും ചീത്തയെയും വേർതിരിക്കുന്നത് ശർഇന്റെ ഉസൂലിനോട് യോജിക്കുക വിയോജിക്കുക, അതാണ് അതിന്റെ മാനദണ്ഡം. അപ്പൊ ശർഇന്റെ ഉസൂലിനോട് യോജിക്കുന്നതാകുമ്പോഴാണ് അത് നല്ല കർമ്മമായി തീരുന്നത്, നല്ല ചര്യയായി തീരുന്നത്. ഞാൻ ചോദിക്കട്ടെ ഉസ്താദെ, ശർഇൽ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത, ശർഇന്റെ ഉസൂലിനോട് ഒരിക്കലും യോജിക്കാത്ത, പിൽക്കാലഘട്ടത്തിൽ ആരൊക്കെയോ കെട്ടിപ്പടച്ചുണ്ടാക്കിയ ഒരു സാധനമാണ് ഈ നബിദിനാഘോഷം. നിങ്ങൾ സമ്മതിക്കുന്ന കാര്യമാണ്. എന്നിട്ട് ആ നബിദിനാഘോഷത്തെ ന്യായീകരിക്കാൻ നിങ്ങൾ ഇങ്ങനെ ഒരു ഹദീസിനെ ദുർവ്യാഖ്യാനം ചെയ്തത് വളരെ മോശമായി പോയി എന്നാണ് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത്. മഹാന്മാരായ ഇമാമിയങ്ങളൊക്കെ പറഞ്ഞതിന് നേരെ എതിരാണ് നിങ്ങളുടെ വ്യാഖ്യാനം. അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് വീണ്ടും വിചാരം നടത്തണമെന്ന് വളരെ വിനീതമായി ഓർമ്മപ്പെടുത്തുകയാണ്. സകലേശന്റെ തിരുനാമത്തിൽ ആരംഭിക്കൂ. നിഖില ലോകങ്ങൾക്കും ഏകരക്ഷകനാകും അഖിലേശ്വരനാക സകല സ്തോത്രങ്ങളും. പരമകാരുണ്യവാൻ ദാക്ഷിണ്യ നികേതനം വിധി ചൊല്ലിടും ദിവസത്തിന്റെ അധിപതി. നിയതമാരാധിപ്പൂ ഞങ്ങൾ അങ്ങേ മാത്രം, സതതം സഹായമർപ്പിപ്പതും തിരുമുമ്പിൽ. നയിക്കേണമെങ്ങളെ നേരായ മാർഗത്തിങ്കൽ, നിന്നനുഗ്രഹ പാത്രമായോ തന്മാർഗങ്ങളിൽ. അങ്ങയാൽ വെറുക്കപ്പെട്ടോരുടെ വഴിയല്ല, സന്മാർഗഭ്രഷ്ടന്മാർ തൻ പാതയുമല്ല നൂനം. ഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം.
ഏതാണ് സലഫി? ഏത് ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഏത് ഖുർആനിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ തോന്നിവാസം കാണിക്കുന്നത്? കണ്ടാൽ തോന്നും വല്ല ഉത്സവമാണോ എന്ന്. എന്നാൽ ഇത് സലഫി ഫെസ്റ്റല്ലേ? പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ പേരിൽ നടത്തുന്ന തോന്നിവാസമല്ലേ ഇതൊക്കെ? നിങ്ങളാണോ ഇസ്ലാം പറയുന്നത്? നിങ്ങളാണോ പരിശുദ്ധമായ ദീൻ ഇവിടെ പറയുന്നത്? 1900 വരെ കേരളീയ സമൂഹത്തിൽ മഹാന്മാരായ സ്വഹാബത്തിൽ നിന്ന് ദീന് നേരിട്ട് പഠിച്ച കേരളീയ സമൂഹത്തിൽ ഇവിടെ ആരും മലയാളത്തിൽ ഖുത്ബ ഓതിയിട്ടില്ല സലഫി. അതുപോലെ ഇവിടെ മഹാന്മാരെ വിളിച്ച് സഹായം തേടിയിരുന്നു. ബദരീങ്ങളെ കാക്കണം എന്ന് സഹായം തേടിയിരുന്നു. മുഹിദ്ദീൻ ഷേഖിനെ വിളിച്ച് സഹായം തേടിയിരുന്നു. മഹാന്മാരെ വിളിച്ച് സഹായം തേടിയിരുന്നു. അതിലൊന്നും ആർക്കും സംശയം ഇല്ല. അള്ളാഹുവിൻ്റെ മഹത്തുക്കൾക്ക് അള്ളാഹു കൊടുത്ത കഴിവ് മുഖേന അവർക്ക് സഹായിക്കാൻ അള്ളാഹു കഴിവ് കൊടുത്തിട്ടുണ്ടെന്നും അവരിലൂടെ സഹായം, അള്ളാഹുവിൽ നിന്നുള്ള സഹായം അവരിലൂടെ ലഭ്യമാകുമെന്നും വിശ്വസിച്ച് സഹായം തേടിയിരുന്നവർ തന്നെയായിരുന്നു കേരളീയ മുസ്ലിമീങ്ങൾ. പക്ഷേ അവിടെ ഒരു ശിഥിലീകരണം ഉണ്ടാക്കി സയണിസത്തിൻ്റെ എല്ലാവിധ കുതന്ത്രങ്ങളും നിങ്ങളിലൂടെ ഇവിടെ പയറ്റപ്പെടുമ്പോൾ, നിങ്ങൾ മുമ്പ് പറഞ്ഞ സിംസാറുൽ ഹക്ക് ഹുദവിയുടെ വിഷയത്തിൽ ഒരേ ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ആ ഉസൂല് നിങ്ങൾ എന്തിനു മറച്ചു വെച്ചു? ഇനി ഒന്നുമില്ലെങ്കിൽ ആ ഉസൂൽ എന്താണെന്ന് നിങ്ങൾ പഠിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഈ വിഡ്ഢിത്തം ഇവിടെ പുലമ്പുകയില്ലായിരുന്നു സലഫി എന്ന് മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ബിസ്മില്ലാഹ്.